ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഫ്ലവർ ചാമ്പിൻ്റെ പാർട്ട് 2 കണ്ടാലോ? യാണിൻ്റെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഗ്യാപ്പിൽ നമ്മൾ 3 ചെയിൻ 2 ഡബിൾ ക്രോഷറ്റ്, പിന്നീട് 2 ചെയിൻ 3 ഡബിൾ ക്രോഷറ്റ്. ഒരു ഗ്യാപ്പിൽ തന്നെ ഇത്രയും കൊടുക്കണം. പിന്നീട് അടുത്ത ഗ്യാപ്പുകളിൽ 3 ഡബിൾ ക്രോഷറ്റ്, 2 ചെയിൻ 3 ഡബിൾ ക്രോഷറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. 3 ചെയിൻ ആദ്യത്തെ ഗ്യാപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പോപ്കോൺ സ്റ്റിച്ച് ഇന്നലെ പാർട്ട് 1 കണ്ട സമയത്ത് ഒത്തിരി പേർക്ക് ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. ആദ്യത്തെ പോപ്കോണിന് മാത്രമേ നമ്മൾ 3 ചെയിൻ കൊടുക്കുന്നുള്ളൂ. 8 സെറ്റായി കഴിയുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നീട് കളർ മാറ്റി ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷറ്റ് കൊടുക്കണം. 2 ചെയിൻ വരുന്ന ഭാഗങ്ങളിൽ ഒരു സിംഗിൾ ക്രോഷറ്റ്, 2 ചെയിൻ, ഒരു സിംഗിൾ ക്രോഷറ്റ് ഇങ്ങനെ ചെയ്യണം. വീണ്ടും ഓരോ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷറ്റുകൾ കൊടുക്കുക, പെറ്റലിൻ്റെ ഭാഗം എത്തുന്നവരെ. പെറ്റലിൻ്റെ ഭാഗം എത്തുമ്പോൾ അടിയിലൂടെ ഹുക്കിട്ട് നമ്മൾ യാണിനെ വലിച്ച് സിംഗിൾ ക്രോഷറ്റ് കൊടുക്കണം. വീണ്ടും ഈ സ്റ്റെപ്പ് തുടരണം. അവസാനം സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.